ഹായ്. അപ്പോൾ നമ്മുടെ കാദർകരിപ്പൊടി 10ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. അപ്പോൾ അതിനിടയിലാണ് പുതിയതായിട്ട് കേൾക്കുന്നത് ന്യൂസിലൊക്കെ പോക്സോ കേസ് വന്നു എന്നൊക്കെ. ഞാൻ പണ്ട് മുതലേ പറയുന്നുണ്ട് കാദർകരിപ്പൊടി എന്ന ഫ്രോഡിന് പോക്സോ കേസ് ഉണ്ട്. പക്ഷെ അവനതിങ്ങനെ മറച്ചിരിക്കുന്നു. പക്ഷെ അത് പുറത്ത് ചാടി. എന്തായാലും സമാധാനം അൽഹംദുലില്ലാഹ്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പുറത്ത് വന്നതിന്റെ ശേഷമാണ് എങ്ങനെയെങ്കിലൊക്കെ തിരിച്ച് അതേപോലെ ഉള്ളിൽ തന്നെ തിരികെ അങ്ങോട്ട് തന്നെ ആക്കാന്ന്. ഓക്കെ, അപ്പൊ അത് പോട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ വന്നിട്ടത് അരിയണ്ണൻ എന്ന് പറയുന്ന ഒരു മലന് പുതിയൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതായത് ഹെലനോസ് പാട്ട. ഈ പാട്ടയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ വൃത്തിയോടൊക്കെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഹെലനോസ് പാട്ട ആരാന്നുള്ള നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. ഇപ്പൊ അടുത്ത ന്യൂസിലും കണ്ടിരുന്നു, നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട് ആ വ്യക്തിക്ക് ഉണ്ടായ ഒരു ദുരനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. എന്റെ പൊന്നാര മലരെ, അല്ലെങ്കിൽ അരിയണ്ണ എന്ന് പറയുന്ന തന്തയില്ലാത്തവനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചെയ്യണം. പണ്ട് നിനക്ക് ഞാനൊരു മെസ്സേജ് അയച്ചത് ഓർമ്മയുണ്ടോ? അതായത് ഇതേപോലത്തെ ഒരു ക്രൈം കാദർകരിപ്പൊടി എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ FIR അടക്കം നിനക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി. അന്ന് നീ ഓക്കെ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞൊരു പോക്ക് പോയത്. അന്ന് നീ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായോ? ഇല്ലല്ലോ. പിന്നെ ഇതുപോലത്തെ ഒരു പെണ്ണിന് വേണ്ടി നീ വീഡിയോ ചെയ്യാൻ എനിക്കൊക്കെ എത്ര തന്തയടാ, ഞാൻ അറിയാത്തണ്ടോ? എനിക്കൊക്കെ എത്ര തന്തയാണ്. എന്റെ കാലിന്റെ ചോട്ടുള്ള എന്റെ മറ്റേ കിക്ക് എന്ന് പറയുന്ന തന്തയില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ കാദർകരിപ്പൊടി ഇതുപോലത്തെ ഒരു ക്രൈം ചെയ്തപ്പോ ഓഹോ അതൊക്കെ ചെയ്യുമോ എന്നുള്ളത്. എന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഈ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് നാവ് പൊങ്ങുന്നത്. ഇതിനാണ് ഡബിൾ ഡാഡി സിൻഡ്രം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രം എന്ന് പറയുന്നത്. എൻ്റെ കൂടെയുള്ള കാദർ എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ ഇതുപോലത്തെ പ്രവൃത്തി ചെയ്തിട്ട് നീ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിനുശേഷം നീ എനിക്ക് മെസ്സേജിന് റിപ്ലൈ പോലും തന്നിട്ടില്ല. നീ ഇത് മാത്രമാണോ നീ ചെയ്തത്? അല്ല, ഇതിനു മുന്നേ ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയ അതിക്രൂരമായൊരു സൈബർ പുള്ളിങ്ങിന് ഇരയായി. അന്ന് സമയത്ത് ഇവന്, അതായത് ഈ അരിയണ്ണൻ എന്ന് പറയുന്ന മലപ്പുറത്തുള്ള ഈ മലരനിക്ക് ആ പെൺകുട്ടി മെസ്സേജ് അയച്ചു. അന്ന് ഇവന്റെ മറുപടി എന്തായിരുന്നു നിങ്ങൾക്കറിയോ? കേട്ടോ? കഴിഞ്ഞല്ലോ, ഈ വിഷയം തീർന്നല്ലോ. പിന്നെന്താ അറിയോ, ഇത് അവൻ സോറിയും പറഞ്ഞു, അവന്റെ സൈഡും കഴിഞ്ഞു. ഇനി ഇത് പോലീസ് കേസോ കാര്യങ്ങളോ ആയതായതുകൊണ്ട് അവൻ വന്ന് സോറി പറയുമ്പോ തന്നെ അവനത് അഡ്മിറ്റ് ചെയ്തു. തെറ്റാണ് അവൻ ചെയ്തതെന്നുള്ള അഡ്മിറ്റും ചെയ്തു. പോലീസുകാർക്ക് ഒന്നുകൂടി എളുപ്പമായി. അവരിനി ഈസി ആയിട്ട് അവനെ ട്രാക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ അവർ അന്വേഷിച്ചോളും. അത് പോസ്റ്റ് ചെയ്യാതിരുന്നാലാണ് അത് കോംപ്ലിക്കേഷൻ വരിക. ഈ ചെക്കന്റെ പ്രൊഫൈൽ ലിങ്ക് ഒന്ന് അയച്ചുതരുമോ? സൈബറിൽ കേസ് കൊടുത്ത സമയത്ത് ഇവന്റെ കേട്ടല്ലോ, ബോട്ടാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്ത് ആ പ്രശ്നം തീർന്നില്ല. ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ എനിക്ക് ആ ഹെലനോസ് പാട്ടന്റെ കാര്യത്തിലും ചെയ്തുകൂടെ? നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള പെണ്ണുങ്ങൾക്ക് നേരെ നടന്നാൽ അതിക്രമം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അരിയണ്ണൻ എന്ന് പറയുന്ന തന്തയില്ലാത്തവന് അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടാനും പറ്റില്ല, അല്ലെ? അപ്പൊ സാധാരണക്കാരൻക്ക് വേണ്ടി സംസാരിക്കാതെ നീയൊക്കെ എന്ത് ഇൻഫ്ലുവൻസർ? ഈ ഇൻഫ്ലുവൻസർ അല്ല, തൊള്ളപടായി വരുന്ന വെറും മലരനാണ് ഈ. അങ്ങനെ തന്നെയാണ് എന്നെ പറ്റി പറയുന്നത്, തൊള്ളപടായി പറയുന്ന വെറും മലരൻ. കാരണം എന്താ അറിയോ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കണ്ട് അല്ലെങ്കിലും അവർക്ക് മാത്രം എന്ത് അനീതി സംഭവിച്ചാലും സംസാരിക്കാനുള്ള ഒരു മലരൻ. ബാക്കിയുള്ളവർക്ക് ഒരു അനീതിയെ പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് കൈ മലർത്താൻ ഞാൻ അറിയില്ല, ഞാൻ ഈ നാട്ടുകാരനല്ല. എനിക്കൊക്കെ എന്തെങ്കിലും പോയി ചത്തൂടെ? ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ചെക്ക് ഇൻഫ്ലുവൻസർ ആണോ? പേരിന് വേണ്ടി വന്നിരിക്കുന്നതാണോ? കാദർകരിപ്പൊടിയെ പറ്റിയുള്ള വീഡിയോ ചെയ്തത് എങ്ങനെ? അയ്യോ, കാദർകരിപ്പൊടി അങ്ങനെ ഒന്നും ചെയ്യൂലല്ലോ. കാദർകരിപ്പൊടി 10ാം ദിവസം ഒളിവിലാണ് കാദർ. കൂടാതെ പോക്സോ കേസ്, ഇതിനൊക്കെ പറ്റി എനിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റിയിട്ടുണ്ട്. ഉളുപ്പില്ലാത്തവനെ എനിക്കൊരു അക്ഷരം മിണ്ടാൻ പറ്റിയിട്ടുണ്ട്. കാദർ എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഞാൻ പറയുന്നു ബോൺ ക്രിമിനലാണ്. കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലടക്കമുള്ള ഒരു ബോൺ ക്രിമിനലാണ് കാദർകരിപ്പൊടി എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന തന്തയില്ലാത്തവൻ. അവന് കഞ്ഞി വെക്കുന്ന മലപ്പുറത്തുള്ള മലര. നീയൊക്കെ മലപ്പുറത്ത് ജനിച്ചു പോയല്ലോടാ, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.